വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പൂവട എന്നാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുക. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഉള്ളിൽ ശർക്കരയുടെയും തേങ്ങയുടെ ഒക്കെ ഫില്ലിംഗ് ആണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കാം. കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവ് പോലെ ആക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ശർക്കര ചീകിയതും 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചപ്പാത്തി വറുത്തെടുക്കാം. ശേഷം ചപ്പാത്തി എല്ലാം പരത്തിയ ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് സൈഡിലൂടെ ഇത് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഒട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിയിട്ട് ഫില്ലിങ് പുറത്ത് ചാടും. ഇതുപോലെ എല്ലാം തന്നെ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിൽ നെയ്യ് വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മുടെ പൂവട ചേർത്ത് കൊടുക്കുകയാണ്. 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു ഭാഗം ഏകദേശം മുരിഞ്ഞു എന്നാവുന്ന സമയത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഇതിൻ്റെ മേലെ തടവി കൊടുക്കുക. സൈഡ് തിരിച്ചിടുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യണത്. ചെറിയ തീയിൽ മാത്രം വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ ഈ സൈഡുകളിലൂടെ ഒന്നും അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഹാർഡായിട്ടിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. ഇനി ഒന്ന് കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ ശർക്കര എല്ലാം മെൽറ്റായിട്ട് നല്ല ജ്യൂസി ആയിട്ട് കാണാം. ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു റെസിപ്പി ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുന്ന സമയത്ത് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.